പ്രഭാതഭേരി. കേരളത്തിലെ കൃഷിയിടങ്ങളിൽ പലയിടത്തും വന്യമൃഗങ്ങളിൽ നിന്ന് വിളകളെ സംരക്ഷിക്കാൻ സ്ഥാപിക്കുന്ന വൈദ്യുത വേലികൾ മനുഷ്യരുടെ ജീവനെടുക്കുന്ന കെണികളായി മാറിക്കൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിനടുത്ത് അടുത്തിടെ നടന്ന സംഭവം സംസ്ഥാനത്തെ ഞെട്ടിച്ചു. കാട്ടുപന്നികളെ അകറ്റാൻ ഒരു കൃഷിയിടത്തിൽ സ്ഥാപിച്ച അനധികൃത വൈദ്യുത വേലിയിൽ അബദ്ധത്തിൽ സ്പർശിച്ച അച്ഛനും മകനും കൊല്ലപ്പെട്ടു. സുരക്ഷാ സംവിധാനമോ ഔദ്യോഗിക അംഗീകാരമോ ഇല്ലാതെ വേലിയിലേക്ക് ഉയർന്ന വോൾട്ടേജ് വൈദ്യുതി കൊടുത്തിരുന്നുവെന്ന് അന്വേഷണങ്ങൾ വെളിപ്പെടുത്തി. കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ അസാധാരണമല്ല. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കർഷക തൊഴിലാളികളും വഴിയാത്രക്കാരും ഭൂ ഉടമകളും ഉൾപ്പെടെ നിരവധി പേർ ഈ വൈദ്യുതീകരിച്ച കെണികളിൽപ്പെട്ട് കൊല്ലപ്പെട്ടു. പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാല് വയലില് പന്നിശല്യം ഉള്ളതുകൊണ്ട് പൊതുവിൽ പന്നിശല്യം ഉണ്ട്. നഗരൂർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് മെമ്പർ ജോഷ്. അപ്പൊ പന്നിശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ കൃഷി ചെയ്യുന്ന ആള് ഫെൻസിങ് വെക്കുകയും ഈ ഫെൻസിങ്ങിലേക്ക് സോളാറിന് പകരം കക്ഷി താമസിക്കുന്ന സ്ഥലത്തു നിന്നുള്ള ഇലക്ട്രിക് പോസ്റ്റാണ്. ഞാൻ അറിവില്ലാത്തതുകൊണ്ടായിരിക്കാം, എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇലക്ട്രിക് കണക്ഷൻ ചെയ്യുന്നു. വീട്ടിലേക്ക് വന്ന ഇലക്ട്രിക് കണക്ഷൻ നിന്ന് നേരിട്ട് സപ്ലൈ പിടിച്ച് കൊടുത്താണ് ഇട്ടിരുന്നത്. കുറച്ചുകളായിട്ട് അങ്ങനെ കൊടുത്തിട്ടേക്കായിരുന്നു. അതുവഴി പോയ കൃഷിക്കും അറിയാമായിരുന്നു ഇതിങ്ങനെയാണ് സംഭവം ഉണ്ടെന്നുള്ളത്. പിന്നെ എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത് അച്ഛനും മകനും മാത്രമേ അറിയാവൂ. എന്തായാലും ഇവരാരും അറിയൊക്കെ ചെയ്തതല്ല. വാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന ആളാണ് ഇത് ഫെൻസിങ് വെച്ചിരുന്നത്. പന്നി ശല്യം രൂക്ഷമായിട്ടുള്ള ശല്യമാണ്. നമ്മുടെ പഞ്ചായത്ത് തന്നെ പന്നിയെ ഷൂട്ടർമാരെ കൊണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ചെയ്തിരുന്നു. 2 ദിവസം ഷൂട്ടർമാരിവിടെ വരികയും 4-5 പന്നിയെ ഷൂട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. സമാനമായ രീതിയിൽ ലൈൻ എടുത്ത് നമ്മളെ വാർഡിൽ വേറെ ചെയ്തിട്ടില്ല. ഈ ഒരെണ്ണേ ഉള്ളായിരുന്നു. അതിപ്പോ അവര് പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിലവില് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് ഫെൻസിങ് വെക്കാനായിട്ട് നമ്മൾ പ്രോജക്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സോളാർ ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് സബ്സിഡിയോട് കൂടി സോളാർ ഫെൻസിങ് വെക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ കൃഷിഭവനിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിസ്റ്റ് തയ്യാറാക്കി ഗുണഭോക്താക്കൾക്ക് ഫണ്ടും കൊടുത്തിട്ടുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷമാണ് ഈ അപകടകരമായ പ്രവണതയുടെ അടിസ്ഥാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. കാട്ടുപന്നികൾ, ആനകൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളിൽ നിന്ന് കർഷകർ പലപ്പോഴും വിളനാശം നേരിടുന്നുണ്ട്. ആവർത്തിച്ചുള്ള വിളനാശം ഗുരുതരമായ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിരാശയിൽ ചില കർഷകർ തങ്ങളുടെ വയലുകൾ സംരക്ഷിക്കുന്നതിനുള്ള ചിലവ് കുറഞ്ഞ മാർഗമായി നിയമവിരുദ്ധ വൈദ്യുത വേലികൾ നിർമ്മിക്കുന്നു. പക്ഷേ മൃഗങ്ങളെ തടയാൻ ഉദ്ദേശിച്ച് നിർമ്മിക്കുന്ന വേലികൾ പലപ്പോഴും ജീവനെടുക്കുന്നത് മനുഷ്യരുടെയാണ്. ഈ വിഷയത്തിൽ അതായത് കർഷകർ കറണ്ട് കമ്പി തട്ടി മരിക്കുന്ന വിഷയങ്ങൾ വളരെ അധികം ഉണ്ടാകുന്നുണ്ട്. കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ ചെയർമാൻ അലക്സ് ഒഴുകയിൽ. കഴിഞ്ഞ വർഷം മാത്രം 10ഓളം ആളുകൾ മരിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത പാലക്കാട് ജില്ലയിൽ നിന്നാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നും 2 പേരുടെ അച്ഛനും മകനും മരിച്ച ഒരു ന്യൂസ് വരുന്നുണ്ട്. തികച്ചും ദൗർഭാഗ്യകരമായിട്ടുള്ള ഇൻസിഡന്റ് ആണ് സംഭവിക്കുന്നത്. പക്ഷേ ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം വന്യമൃഗങ്ങളെ തുരത്തുന്നതിനായിട്ട് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു മാർഗം തോക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കാട്ടുപന്നിയെ നേരിടുന്നതിനായിട്ട്. കാട്ടുപന്നി ശല്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്നലെ തിരുവനന്തപുരം ടൗണിൽ കഴക്കൂട്ടം ഭാഗത്തൊരു കാട്ടുപന്നി വന്നു എന്നുള്ള വാർത്ത കണ്ടിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ കാട്ടുപന്നികളെ നേരിടുന്നതിന് ആവശ്യമായിട്ടുള്ള തോക്ക് ലൈസൻസുകൾ കർഷകർക്ക് കൊടുക്കുന്നില്ല. പലവിധ കാരണങ്ങൾ കൊണ്ട് തോക്ക് ലൈസൻസുകൾ തടഞ്ഞു വെക്കുകയും പുതിയത് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏറ്റവും സേഫ് ആയിട്ട് വന്യമൃഗങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തോക്ക് ലൈസൻസുകൾ കൊടുക്കാതിരിക്കുന്നത് കൊണ്ടാണ് കർഷകർ ഈ അനധികൃതമായിട്ടുള്ള നേരിട്ടുള്ള വൈദ്യുതി വേലിയും അങ്ങനെയുള്ള വൈദ്യുത കെണികളും ഒക്കെ ഉപയോഗിക്കാൻ നിർബന്ധിതരാകുന്നത്. നമ്മുടെ സിവിൽ സൊസൈറ്റിയും അതുപോലെ നമ്മുടെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ന്യായമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ജനങ്ങൾക്ക് നൽകാതിരിക്കുമ്പോൾ അന്യായമായ മാർഗങ്ങളിലേക്ക് ജനങ്ങൾ പോകും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം. കാരണം കർഷകരെ സംബന്ധിച്ച് അവരുടെ കൃഷി സംരക്ഷിക്കുക എന്ന് പറയുന്നത് അവന്റെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമാണ്. ഒരു മുഴുവൻ സമയ കർഷകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു വർഷത്തെ അധ്വാനം മുഴുവൻ ഒരു രാത്രി കൊണ്ട് നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത്. അത് കാട്ടുപന്നി ആയിക്കോട്ടെ, ആനയായിക്കോട്ടെ, ഇങ്ങനെയുള്ള പലവിധ ജീവികൾ അവന്റെ ജീവിത മാർഗം വഴിമുട്ടിക്കുന്ന സാഹചര്യത്തിൽ 100% നിയമപരമായി തന്നെ അവന് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. വൈദ്യുതി വേലികളിൽ തട്ടി വന്യജീവികളും ചത്തുപോകുന്നത് കുറവല്ല. ഉയർന്ന വോൾട്ടേജുള്ള വേലികളിൽ തട്ടി ആനകളും മാനുകളും ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ വൈദ്യുതാഘാതമേറ്റ് ചത്ത നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം അപകടങ്ങൾ ജൈവ വൈവിധ്യത്തെ ഭീഷണിപ്പെടുത്തുക മാത്രമല്ല, മനുഷ്യ വന്യജീവി സംഘർഷം കൂടുതൽ വഷളാക്കുകയും ചെയ്യുന്നു. വിരോധാഭാസമെന്ന് പറയട്ടെ, കൃഷിയിടങ്ങളെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുള്ള നടപടികൾ ആളുകളെയും പ്രകൃതിയെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു വിഷമവൃത്തമായി മാറുന്നു. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിലേക്കായി കേരള വനം വന്യജീവി വകുപ്പ് നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. വനം വകുപ്പ് അസിസ്റ്റന്റ് കൺസർവേറ്റർ സമീർ MK. അതിൽ ദീർഘകാല പദ്ധതികളും ഹ്രസ്വകാല പദ്ധതികളും ഉണ്ട്. എന്നാൽ ദീർഘകാല പദ്ധതികൾ ലക്ഷ്യം കാണുന്നതിന് വേണ്ടി കുറച്ച് സമയമെടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നിരന്തരമുള്ള മനുഷ്യവന്യജീവി സംഘർഷം അടിയന്തരമായി പരിഹരിക്കുന്നതിനാണ് സോളാർ ഫെൻസിംഗ് പോലുള്ള ഹ്രസ്വകാല പദ്ധതികൾ വനം വകുപ്പ് നടപ്പിലാക്കി വരുന്നത്. കേരളത്തിലുടനീളം കഴിഞ്ഞ കാലങ്ങളിലായി 2500ഓളം കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ വനാതിർത്തിയിൽ നിർമ്മിച്ചിരുന്നുവെങ്കിലും മിഷൻ സോളാർ ഫെൻസിംഗ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്ന സമയത്ത്
കേരളത്തിൽ വെറും 550 കിലോമീറ്റർ സോളാർ ഫെൻസിങ് മാത്രമേ പ്രവർത്തനക്ഷമമായി ഉണ്ടായിരുന്നുള്ളൂ. അതിന് കാരണം സോളാർ ഫെൻസിങ് ഹ്രസ്വകാല പ്രവർത്തനങ്ങളിൽ ട്രെഞ്ചുകൾ, ആനമതിലുകൾ, റെയിൽ ഫെൻസുകൾ തുടങ്ങിയ പദ്ധതികളിൽ ഏറ്റവും ചിലവ് കുറഞ്ഞത് സോളാർ ഫെൻസിങ് തന്നെയാണ്. നിലവിൽ മുൻപ് 550 കിലോമീറ്റർ മാത്രമാണ് കേരളത്തിലെ സോളാർ ഫെൻസിങ്ങുകൾ പ്രവർത്തനക്ഷമമായിരുന്നത് എങ്കിൽ നിലവിൽ അത് 2000 കിലോമീറ്ററിലധികം സോളാർ ഫെൻസുകൾ പ്രവർത്തനക്ഷമമാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നിരന്തരം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള സോളാർ ഫെൻസിങ്ങുകൾ പരിശോധിക്കുകയും കേടുപാടുകളുണ്ടെങ്കിൽ അന്നേ ദിവസം തന്നെ അത് പരിഹരിച്ച് സോളാർ വേലികൾ പ്രവർത്തനക്ഷമമാക്കുന്ന ഒരു സാഹചര്യവും കേരളത്തിൽ നിലവിലുണ്ട്. സംസ്ഥാന വൈദ്യുതി ബോർഡും വനംവകുപ്പും ഉൾപ്പെടെയുള്ള അധികാരികൾ അനധികൃത വൈദ്യുത വേലികൾക്കെതിരെ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മൃഗങ്ങളെ ഭയപ്പെടുത്താൻ മാത്രം രൂപകൽപ്പന ചെയ്ത നേരിയ ആഘാതങ്ങൾ നൽകുന്ന നിയന്ത്രിത സോളാർ അല്ലെങ്കിൽ പൾസ് ഇലക്ട്രിക് ഫെൻസിംഗ് സംവിധാനങ്ങൾ അധികൃതർ ശുപാർശ ചെയ്യുന്നു. എന്നാൽ ഈ അംഗീകൃത സംവിധാനങ്ങൾ ചെലവേറിയതോ ഇൻസ്റ്റാൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതോ ആണെന്ന് കർഷകർ പരാതിപ്പെടുന്നു. വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് സോളാർ ഫെൻസിംഗ് ആണ് വന്യജീവി ശല്യത്തിനുള്ള ഒരു പ്രതിവിധിയായിട്ട് സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. അലക്സ് ഒഴുകയിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സോളാർ ഫെൻസ് ചെയ്തു എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. ആ ഫെൻസുകൾ വരുന്നുണ്ട് എന്നത് സത്യം തന്നെയാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ അതിന്റെ മെയിന്റനൻസും അതിന്റെ പരിപാലനവും നടക്കുന്നില്ല. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഫെൻസിങ്ങുകൾ, അതായത് ഹാങ്ങിങ് ഫെൻസിംഗ് ആണ് ഇപ്പോൾ കൂടുതൽ വരുന്നത്. ഈ ഹാങ്ങിങ് ഫെൻസിംഗ് അടക്കം ഒരു 6 മാസത്തിനുള്ളിൽ ആന ചവിട്ടി പൊളിക്കുകയോ അല്ലെങ്കിൽ മെയിന്റനൻസ് ഇല്ലാത്ത മൂലം അത് കാട് കയറി അത് എർത്തടിച്ച് പോവുകയോ ചെയ്യുന്ന അവസ്ഥയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളത്. ഇതിനകത്തുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നം കിഫ മുന്നോട്ട് വെച്ച വിസ്റ്റ ക്ലിയറൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഈ മരത്തിനടി കൂടെ ഒക്കെ കൊണ്ടുപോയി ഫെൻസ് ഇടുമ്പോൾ അത് ആനയ്ക്ക് വളരെ ഈസി ആയിട്ട് മരം ചവിട്ടിയിട്ട് അത് പൊളിക്കാൻ പറ്റുന്നു. അപ്പൊ അതുകൊണ്ട് കിഫ പറയുന്നത് ഒരു 100 മീറ്റർ വിസ്റ്റ ക്ലിയറൻസ് ചെയ്യാം. വിസ്റ്റ ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ വനാതിർത്തിയിൽ കംപ്ലീറ്റ് ആയിട്ട് മരങ്ങളും അടിക്കാടുകളും പുല്ലും എല്ലാം നീട്ടി കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് അതിന്റെ നടുക്കൂടെ ഈ 100 മീറ്റർ ക്ലിയർ ചെയ്തതിന് ശേഷം അതിന്റെ നടുക്കൂടെ ഫെൻസിങ് ഇടുകയാണെങ്കിൽ അത് ആനയ്ക്കോ മറ്റ് വന്യമൃഗങ്ങൾക്കോ ഈസി ആയിട്ട് അത് തകർക്കാൻ കഴിയില്ല. കർഷകരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ വളരെ ഉദാരപൂർവമായിട്ടുള്ള നയങ്ങൾ തോക്കുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുകയും കർഷകനെ അത് ഉപയോഗിക്കാൻ അനുവദിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ വന്യമൃഗ ശല്യം ആണല്ലോ ഇതിന്റെ റൂട്ട് കോസ്. എണ്ണത്തിൽ കൂടുതലുള്ള വന്യജീവികൾ, അത് പന്നിയായാലും ശരി, മാനായാലും ശരി, മയിലായാലും ശരി, അതിനെ റവന്യൂ ഭൂമിയിൽ ഇറങ്ങുന്ന വന്യജീവികളെ ഏത് വിധേനയും കൈകാര്യം ചെയ്യാനുള്ള ഒരു റൈറ്റും കൂടെ കർഷകന് കൊടുത്താൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാവൂ എന്നുള്ളതാണ് കിഫയുടെ നിലപാട്. സമീർ MK സോളാർ ഫെൻസിംഗ് നിരന്തരമുള്ള പരിചരണം വളരെ പ്രധാനപ്പെട്ടതാണ്. വന്യജീവികളുടെ ആക്രമണം മൂലം മരത്തിന്റെ കൊമ്പ് വീണോ ഒക്കെ സോളാർ ഫെൻസിങ്ങിന് കേടുപാടുകൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ എല്ലാ ദിവസവും അത് പരിശോധിച്ച് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അന്നേ ദിവസം തന്നെ അത് പരിഹരിച്ചു പോയെങ്കിൽ മാത്രമേ സോളാർ ഫെൻസിങ്ങിന് വിചാരിച്ച അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ഫലം ലഭിക്കുകയുള്ളൂ. ആയതുകൊണ്ട് തന്നെയാണ് മുൻകാലങ്ങളിൽ വേണ്ടത്ര പരിചരണം ഇല്ലാത്തതുകൊണ്ട് കേരളത്തിലെ വനാതിർത്തികൾ നിർമ്മിച്ച ധാരാളം സോളാർ ഫെൻസിങ്ങുകൾ കേടായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മിഷൻ സോളാർ ഫെൻസിംഗ് ലോഞ്ച് ചെയ്ത ശേഷം കേരളത്തിലെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും അതേപോലെ തന്നെ വാച്ചർമാർക്ക് കേരള വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ സോളാർ ഫെൻസിംഗ് നിർമ്മാണത്തിലും പരിചരണത്തിലും നിരന്തരം ട്രെയിനിങ്ങുകൾ നൽകുകയും കേരളത്തിലെ എല്ലാ സ്റ്റേഷനുകളിലും സെക്ഷനുകളിലും ഫോറസ്റ്റ് സ്റ്റേഷനുകളിലും ഫോറസ്റ്റ് സെക്ഷനുകളിലും സോളാർ ഫെൻസിംഗ് കേടുപാടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, ഉപകരണങ്ങൾ വാങ്ങി സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലെ വനം വകുപ്പ് നിർമ്മിച്ചിട്ടുള്ള സോളാർ ഫെൻസിങ്ങുകൾ ഏതെങ്കിലും കേടുപാടുകൾ വരികയാണെങ്കിൽ നിരന്തരം വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും കേടുപാടുകൾ കണ്ടെത്തിയാൽ സ്റ്റേഷൻ തലത്തിലും സെക്ഷൻ തലത്തിലും സൂക്ഷിച്ചിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേടുപാടുകൾ പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിലവിലുണ്ട്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പ് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വിനോദ് ജി. അനധികൃതമായിട്ട് വീടുകളിൽ നിന്ന് വൈദ്യുതി എടുത്ത് കമ്പികളിൽ കൊടുത്ത് മൃഗങ്ങളെ ഓടിക്കാൻ വേണ്ടിയാണ് ഈ അനധികൃതമായിട്ട് ഫെൻസ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ കൊടുക്കുന്നത് കൊണ്ടാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇതിപ്പം അങ്ങനെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ആക്ടിന്റെ പ്രകാരം വൈദ്യുതി ദുരുപയോഗം ചെയ്യുന്നതാണ്. വൈദ്യുതി ദുരുപയോഗം ചെയ്യുന്നതിന് ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം അത് കുറ്റകരമാണ്, അത് ശിക്ഷാർഹവുമാണ്. അപ്പൊ അതാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ബോധവൽക്കരണ ക്ലാസ്സുകൾ നമ്മൾ അഗ്രികൾച്ചർ വകുപ്പുമായിട്ട് ചേർന്നിട്ട് ഇതിന്റെ ഗൈഡ് ലൈൻസിന്റെ കോപ്പി അഗ്രികൾച്ചർ വകുപ്പിന് നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തു. പാലക്കാട് പല ജില്ലകളിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗൈഡ് ലൈൻ ഇറക്കിയിട്ട് ആ ഗൈഡ് ലൈനിന്റെ പോസ്റ്ററുകളും കർഷകരിൽ എത്തിക്കാൻ വേണ്ടി അഗ്രികൾച്ചർ വകുപ്പുമായിട്ട് ചേർന്നിട്ട് അത് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷത്തെ വൈദ്യുത അപകടങ്ങളെ കണക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം 30 വൈദ്യുത അപകടങ്ങളാണ് ഈ ഫെൻസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി. അതിൽ 24 മനുഷ്യർക്കും ഒരു ഫെയ്റ്റിലും ഒരാൾക്ക് നോൺ ഫെയ്റ്റിലും 5 മൃഗങ്ങൾക്കുമാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. ഈ വർഷം ഇതുവരെ ജനുവരി വരെ 7 അപകട മരണങ്ങളും
2 നോൺ ഫെയ്റ്റിലും 5 മൃഗങ്ങൾക്കുമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം ഇതുമൂലമുള്ള അപകടങ്ങൾ കുറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷേ ഇനിയും നമുക്കത് കുറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരം അനധികൃതമായിട്ടുള്ള ഫെൻസിൽ നിന്നുള്ള അപകടങ്ങൾ തീർത്തും ഒഴിവാക്കേണ്ടത് തന്നെയാണ്. അനധികൃതമായിട്ട് വീടുകളിൽ നിന്ന് കണക്ട് ചെയ്യുന്ന അവർ തന്നെയാണ് മിക്കവാറും അതിൽ വന്ന് പെട്ടുപോകുന്നത്. അവരറിയുന്നില്ല. ഇപ്പൊ നടന്നു പോകുന്നവരും ചിലപ്പോൾ ഇതിനകത്ത് പെട്ടുപോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള വൈദ്യുത അപകടങ്ങളാണ് കൂടുതലായിട്ട് ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഇനിയും അത് കുറയേണ്ടിയിരിക്കുന്നത്, അത് ബോധവൽക്കരണത്തിലൂടെ ഇത് കുറയ്ക്കാൻ പറ്റുള്ളൂ. ആവർത്തിച്ചുള്ള ഇത്തരം ദുരന്തങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രശ്നം നിയമത്തെക്കുറിച്ചോ നടപ്പാക്കലിനെക്കുറിച്ചോ മാത്രമല്ല, മാനുഷികവും പ്രായോഗികവുമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനെക്കുറിച്ചുമാണ്. തങ്ങളുടെ ഉപജീവനമാർഗം സംരക്ഷിക്കാൻ പാടുപെടുന്ന കർഷകർ പിന്തുണ അർഹിക്കുന്നുണ്ട്. എന്നാൽ വിളകൾ സംരക്ഷിക്കാൻ സ്വീകരിക്കുന്ന ഒരു നടപടിയും മനുഷ്യജീവനെയോ വന്യജീവികളെയോ അപകടത്തിലാക്കരുത്. വഴി നടക്കുന്ന അയൽക്കാരനും ഭക്ഷണം തേടുന്ന മൃഗങ്ങളും കർഷകർക്കൊപ്പം ജീവിക്കാൻ അവകാശമുണ്ട്. വൈദ്യുത വേലികളിൽ തട്ടി ഇനിയെങ്കിലും ഒരു ജീവനും പൊലിയാതിരിക്കട്ടെ.